വ്ളോഗിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആഷത് കൃഷ്ണ. ആദ്യം തന്നെ റിയലി സോറി ഗൈസ്, ഏകദേശം ഒരു വർഷമായി നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ വർഷം ജൂണിലാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. അതിനൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ പുറകിലായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇത്രയും ലേറ്റ് ആയത്. അതാണ് മീൻസ് നമ്മൾ കുറച്ച് ഔട്ട് ഓഫ് ട്രാക്ക് ആയി പോയത് ഈ ചാനലിൽ നിന്ന്. പക്ഷേ ഇനിയും മുതൽ നമ്മൾ എന്തായാലും വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് അങ്ങനെ ലേറ്റ് ആവാതെ തന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈറ്റൻ തമ്മിൽ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു കണ്ടന്റ് തുടങ്ങുവാണ്. അതായത് ഈ ഒരു നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലത്തെ OTT പ്ലാറ്റ്ഫോംസിൽ നടക്കുന്ന ഒരു സീരീസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ടൈപ്പ് കൺസെപ്റ്റാണ് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നത്. അത് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും ഞാൻ അങ്ങനെ കണ്ടു തീർക്കുന്ന കുറച്ച് സീരീസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ളൊരു മിത്തോളജിയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അതിൽ തന്നെ വ്യാസമഹാഭാരതമാണ് കുറച്ചുകൂടി കുറച്ചുകൂടി നമുക്ക് ഫേമസ് ആയിട്ട് പറയാൻ പറ്റുന്നത് വ്യാസമഹാഭാരതമാണ്. വേദവ്യാസൻ എഴുതി നമ്മൾ പറയപ്പെടുന്ന ആ ഒരു മഹാഭാരതമാണ്. അതിൻ്റെ തന്നെ ഇപ്പോൾ കുറച്ച് ബുക്ക് വേർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ടീമുണ്ട്. അവർ ഉണ്ടാക്കിയ ഒരു ബുക്കുണ്ട്. അവരെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ റെഡിയാക്കിയ ഒരു ബുക്കുണ്ട്, ബോറിയുടെ വ്യാസമഹാഭാരതം എന്ന് പറയുന്നത്. അത് ഐ തിങ്ക് 7 to 8 ബുക്സ് എന്തോ ഉണ്ട്. അതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് മഹാഭാരതം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കുരുക്ഷേത്ര എന്ന് പറഞ്ഞ സീരീസാണ്. പക്ഷെ അത് നമുക്ക് ആ സീരീസിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ ഒരു മഹാഭാരതം നിങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ അങ്ങനെ വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ആ ബോറിയുടെ വേർഷൻ നല്ലതായിരിക്കും. പക്ഷെ അത് ഭയങ്കര ലെങ്തി ആണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ നോക്കുവാണെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഒക്കെ ബുക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ എത്രമാത്രം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേര് അതിനെ വേറെ രീതിക്ക് കൺസെപ്റ്റ് ആയിട്ട് എടുക്കും, കുറച്ച് ബയാസൊക്കെ ആയിട്ട് എടുക്കും. ഹീറോസിൻ്റെ പാണ്ഡവാസിൻ്റെ സൈഡ് മാത്രം കൺസിഡർ ചെയ്യും, കൗരവാസിൻ്റെ സൈഡ് അങ്ങനെ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർക്ക് കുറച്ചുകൂടി ഈവിൽ ഫേസ് കൊടുക്കും, അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ബുക്സ് നമുക്ക് ചില ബുക്സിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കഥ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരാൾ പോലും അതിൽ വില്ലനല്ല, ഒരാൾ പോലും ഹീറോ അല്ല. എല്ലാവരും ഹീറോസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള തെറ്റുകളുണ്ട്. പിന്നെ അത് നടത്തിക്കൊണ്ടു പോകുന്നത്, ആ ഒരു ടോട്ടൽ കഥ നടത്തിക്കൊണ്ടു പോകുന്ന ആളെന്ന് പറയുന്നത് ഒബ്വിയസ്ലി കൃഷ്ണനാണ്. ബിക്കോസ് ദ്വാപരയുഗത്തിൽ നടന്നു എന്നാണ് നമ്മൾ അതിൽ പറയപ്പെടുന്നത്. സോ കൃഷ്ണനാണ് അതിലെ ആ ഒരു കഥ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കപ്പം അമർചിത്ര കഥകളുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ആമസോണിൽ കുറേ ബുക്സ് ഉണ്ട്. പിന്നെ സീരീസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ മറ്റൊരു മഹാഭാരതം ഉണ്ട്. ഒരു 2013-14 ആ ഒരു റേഞ്ചിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മഹാഭാരതം ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. അതിൽ ഹിന്ദിയുടെ ഉണ്ട്, മലയാളത്തിലുണ്ട്. കുറേ ട്രാൻസ്ലേഷൻസിൽ കുറേ രീതിക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും ഡബിങ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഡബ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പണ്ട് സീരിയലൊക്കെ കാണുന്ന ഒരു ടീംസ് ആണെങ്കിൽ നമുക്ക് ഞാനും കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ TV യിൽ കുറേ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സീരീസ് ഉണ്ട്. ഈ സീരിയലായിരുന്നു ഈ മഹാഭാരത് എന്ന് പറയുന്നത്. 2013-14 ഇറങ്ങിയത്. അതിൻ്റെ BGM ആണെങ്കിലും ആ സ്റ്റോറി വൈസ് ആണെങ്കിലും നല്ല കിടക്കാച്ച സാധനമാണ്. പിന്നെ പഴയ കാലത്ത് നിതീഷ് ഭരദ്വാജ് കൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മഹാഭാരതം ഉണ്ടായിരുന്നു. അതും നല്ലൊരു സീരീസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മഹാഭാരതം. അങ്ങനെ കുറേ സീരീസായിട്ടും കുറേ സീരിയലായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. യൂട്യൂബിലും അത് അവൈലബിൾ ആണ്. പിന്നെ ഈ ഹോട്ട്സ്റ്റാറിലെ മഹാഭാരതം നല്ല കിടക്കാച്ച സാധനമാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വൈശാഖ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. വൈശാഖ് എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഇത് നടത്തുന്നത്. അവർ കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതും നല്ല കിടക്കാച്ച സാധനം. അവർ നരേറ്റ് ചെയ്യുന്നതാണ് അത്, പക്ഷേ അത് നല്ല കിടക്കാച്ച സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും അത് കാണുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ സ്റ്റോറി വൈസ് ആണെങ്കിലും നല്ല രീതിക്ക് അദ്ദേഹം നറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10-30 എപ്പിസോഡായിട്ടുണ്ട്, തീർന്നിട്ടില്ല, ഇനിയും അതിൻ്റെ പ്രോഗ്രസ്സിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 15ാമത്തെ ദിവസം വരെ എത്തി എന്നാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കണ്ടത് വരെ എനിക്ക് തോന്നിയത്. അതെ, 15ാമത്തെ ദിവസം എത്തി. പിന്നെ അതും നല്ലൊരു ടൈപ്പ് ഓഫ് സീരീസ് ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ സിനിമാജിക് എന്ന് പറഞ്ഞിട്ട് അവരും യൂട്യൂബിൽ നല്ല നല്ല കണ്ടന്റ് ആണ്. മഹാഭാരതത്തിന്റെ തന്നെ നല്ല നല്ല വീഡിയോസ് ആണ് അവർ ഇറക്കുന്നത്. അതും നല്ലൊരു അതും നല്ലൊരു സീരീസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മളിപ്പോൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്
ഈ നെറ്റ്ഫ്ലിക്സിലെ ആ കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ്. സോ നമുക്ക് ആ സീരീസിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. ഓക്കെ, അപ്പം ആ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് അനു സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആൻഡ് അതിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ എന്ന് പറയുന്നത് ഉജൻ ഗാംഗുലി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ ടോപ്പ് കാസ്റ്റ് വിനോദ് ശർമ്മ, സഹിൽ വിനോദ്, സൗമ്യ ദാൻ ആൻഡ് അന്നമായ വർമ്മ. പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്കിത് IMDb-ന്ന് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ആണ്. ആൻഡ് റൈറ്റർ ആൻഡ് ഡയറക്ടർ എനിക്ക് വേറെ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം എന്തായാലും ഇതാണ് കുറച്ച് ബേസിക് ഇൻഫർമേഷൻ. IMDb റേറ്റിംഗ് 8.6 ആണ് ഈ ഒരു സീരീസിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ 18 വാരിയേഴ്സ്, 18 എപ്പിസോഡ്, അങ്ങനെ 18 എപ്പിസോഡായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇത് പുറത്തിറക്കിയത്. ഒക്ടോബർ 10-നാണ് ഇതിന്റെ ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് വന്നത്. പിന്നെ ഒക്ടോബർ 24-നാണ് ബാക്കിയുള്ള എപ്പിസോഡ്സ് വന്നിട്ട് ആ ഒരു സീസൺ തന്നെ തീർത്തത്. കുരുക്ഷേത്ര എന്നുള്ള സീരീസ് ഫുൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിനകത്ത്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. പിന്നെ എന്താണ് അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് സഞ്ജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതായത് പറയപ്പെടുന്നത് സഞ്ജയ് എന്ന് പറഞ്ഞ ആളാണ് ധൃതരാഷ്ട്രർക്ക് കഥ പറഞ്ഞു കൊടുത്തത്. ഈ 18 ദിവസം എന്താണ് നടന്നത് എന്ന് നരേറ്റ് ചെയ്തത് ഈ സഞ്ജയ് എന്ന് പറഞ്ഞ ആളാണെന്നാണ്. അപ്പം ആ ആളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ ഒരു സീരീസ് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡിലാണ്. അതായത് ആ ഒരു എന്താ പറയാ, കൃഷ്ണൻ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, മഹാഭാരത യുദ്ധത്തിന്റെ കാര്യങ്ങളും സംഭവങ്ങളെല്ലാം സംസാരിച്ചിട്ട്. പിന്നെ ഈ ഒരു സീരീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസിൽ യുദ്ധം മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഓരോ വാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന സമയത്ത് അവര് തമ്മിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി, അവര് തമ്മിൽ എന്തിനാണ് ആ യുദ്ധം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് സ്റ്റോറി ഒരു കുഞ്ഞു രീതിക്ക് കാണിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ വ്യാസമഹാഭാരതം നോക്കുവാണെങ്കിൽ അതായത് കുറേ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് സീരിയലിൽ കാണിക്കാൻ പറ്റുന്നില്ല. അത് ഡ്യൂറേഷന്റെ ഒരു ഇഷ്യൂ കാരണമാണ്. പക്ഷെ അവര് ചെയ്ത കാര്യങ്ങള് കുറച്ച് മിസ്സായി പോകുന്നുണ്ട് ഈ സീരിയൽസിൽ. പക്ഷെ അത് ഈ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ സീരീസിൽ അവര് നല്ല രീതിക്ക് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ രീതിക്ക് അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ യുദ്ധതന്ത്രങ്ങളും പിന്നെ അവർ ആരൊക്കെ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതും അങ്ങനത്തെ രീതിക്ക് നല്ല നല്ല രീതിക്കാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എപ്പിസോഡും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുദ്ധം ഓരോ ദിവസം ബേസ് ചെയ്തിട്ടും പോകുന്നുണ്ട്. അതായത് ഓരോ ദിവസം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും കുറച്ച് പേരെങ്കിലും ആരും ചിന്തിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചുപേര് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ യുദ്ധത്തിന്റെ പരിണാമത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഓരോ ഭടന്റെ ഭാര്യ, മോള് അല്ലെങ്കിൽ സഹോദരി, അതുപോലെ ഈ സ്ത്രീകളുടെ കഥാപാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല. യുദ്ധം കഴിഞ്ഞാൽ കുറച്ച് പേര് ജയിക്കും, കുറച്ച് പേര് തോക്കും, കുറച്ച് പേര് മരിക്കും എന്നുള്ള രീതിക്ക് ചിന്തിക്കാതെ അവരുടെയൊക്കെ ഭാര്യമാർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ. കാര്യം ഇപ്പോഴത്തെ നൂറ്റാണ്ടല്ല, പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ഭർത്താവ് മരിച്ചാൽ ഉള്ള ആഫ്റ്റർ എഫക്ട്സ് ഭയങ്കര സീനാണ് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ആ ഒരു സംഭവത്തിനെയും കൂടി ബേസ് ചെയ്തിട്ട് ഈ ഒരു സീരീസ് കാണിക്കുന്നുണ്ട്. അതായത് ഇതിൽ ഒരു എപ്പിസോഡ് സ്ത്രീ പർവ് എന്നാണ് ഈ ഒരു എപ്പിസോഡിന്റെ പേര്. അതായത് അതില് യുദ്ധത്തിന്റെ പരിണാമ സ്വരൂപം, സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ്. അമ്മമാര് എന്താണ്, അവരുടെ മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ അവസ്ഥ, ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ഭാര്യമാരുടെ അവസ്ഥ, അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സും ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ കഥ തന്നെ ഇതിൽ നല്ല രീതിക്ക് തന്നെ പോർട്രേ ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഫുൾ സീരീസിൽ. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നത്. എന്നാലും നല്ല രസത്തോടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ബോറില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുറച്ച് എപ്പിസോഡ്സ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ഡബ്ബിങ്സ് ഉണ്ട്, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം ഭാഷയിൽ നമുക്കത് കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സിലാണ്, പെയ്ഡാണ്. പെയ്ഡ് നമുക്ക് കാശ് കൊടുത്താൽ മാത്രം നമുക്ക് ആ ഒരു സീരീസ് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റേ ഫോണിൻ്റെ റീചാർജിൻ്റെ കൂടെയൊക്കെ നമുക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആഡായി പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സീരീസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മഹാഭാരതം എന്നുള്ള ആ ഒരു സീരീസ്, ആ ഒരു മിത്തോളജി നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് സീരീസ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു. നല്ലൊരു സീരീസാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു 8 to 9 റേറ്റിംഗ് തരാം. 10-ഒരു 8, 9 ആ ഒരു റേറ്റിംഗ് ഞാൻ തരുന്നുണ്ട്.
എന്തായാലും നല്ലൊരു സീരീസാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ ആ സീരീസിനെ കാണാതെ നിങ്ങൾ യൂട്യൂബിലോട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ തന്നെ കുറേ സീരിയലുണ്ട്. പഴയകാല മഹാഭാരതം ഉണ്ട്, പിന്നെ വൈശാഖ് ടെലസ്കോപ്പ്, സിനിമ മാജിക് അതുപോലത്തെ ആൾക്കാരും ഈ ഒരു മഹാഭാരതത്തിനെ കുറിച്ച് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു സീരീസാണ് നെറ്റ്ഫ്ലിക്സ് ഇറക്കിയിരിക്കുന്നത്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഐ എം റിയലി സോറി. കുറേ കാലമായി ഞാൻ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക. കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കുറച്ച് കട്ടിങ്ങും പിന്നെ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂസ് കാണാനും ചാൻസ് ഉണ്ട്. കുറേ കാലമായി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും കുറേ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി അമർത്താൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. So till then, bye. Arshit Krishna signing off. Thank you and bye-bye.